അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല മഴയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോയൊരു വ്ളോഗാണിത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ കയറിയിട്ടുള്ളത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ എല്ലാവരും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പലരും പലതായിരുന്നു ഓർഡർ ചെയ്തത്. ചിലർ നെയ് റോസ്റ്റ്, മസാല ദോശ, പൂരി. ഞാൻ പൂരിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതാ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പലരും പല ഡിസ്കഷനിലും പല കാര്യങ്ങളിലും എൻഗേജഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ട്രിപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെ ഫാമിലിയിൽ ഇത്രയും മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്. കാര്യം എന്നുവെച്ചാൽ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ അങ്ങനെ വീട്ടിൽ അമ്മ അങ്ങനെ കുറച്ച് പേര് അങ്ങനെയൊക്കെ വല്യമ്മ അങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇത്രയും ഒരു മെമ്പേഴ്സായിട്ടുള്ളൊരു ട്രിപ്പ് എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. കാര്യം ഒരു 1 ഡേ ട്രിപ്പാണ്, പക്ഷേ നന്നായിട്ടത് ഞങ്ങൾ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഇതിലില്ല കേട്ടോ. കാര്യം ഞങ്ങളൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായതുകൊണ്ട് ഇതാ കണ്ടോ ട്രിപ്പിൻ്റെ അവസ്ഥ. പലരും ഉറങ്ങുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു വൈബുള്ള ഒരു സംഭവമായിരുന്നു. എന്താണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതും, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് പാലക്കാട് ഫോർട്ടിലോട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കാണുന്നത്. അവിടെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എൻട്രി ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫോർട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോർട്ടിൽ ഈ ട്രിപ്പിൽ വന്ന എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലൊരു ടെമ്പിളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, ഹനുമാൻ സ്വാമിയുടെ. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കോട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇപ്പോഴും പൂജ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതൊക്കെ നമ്മൾ കാണുന്നത്. പാലക്കാട് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇനി ഇവിടെ പോയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫാമിലി ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ ഇടയ്ക്കിട്ട് ഫാമിലി ട്രിപ്പ് പോകണം ഗൈസ്. അതൊരു വൈബാണ്. നമ്മൾ പാരൻസിനായാലും നമ്മളുടെ കസിൻസിനായാലും നമ്മുടെ കൂടെയൊക്കെ ഇങ്ങനെ വരാമെന്നുള്ളത് എന്താ പറയുക, അവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എപ്പോഴും വീട്ടിലെ ജോലികളും കാര്യങ്ങളും ചെയ്തിട്ട് മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിട്ടൊക്കെ അവരെ പുറത്തൊക്കെ കൊണ്ടുപോയി എൻ്റർടൈൻ ചെയ്യിക്കണം. അത് അവർക്കും ഒരു റിഫ്രഷ്മെൻ്റ് ആണ്. അത് ഈ ട്രിപ്പ് പോയോടുകൂടി ആണ് എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് നല്ലൊരു ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയാണ്. ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സെറ്റ് ചെയ്ത് വന്നിട്ട് ട്രിപ്പ് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം നമ്മൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ സഡൻ ആയിട്ട് നമ്മളൊരു പ്ലാനിങ് ആയിരുന്നു. പിന്നെ മാത്രമല്ല മഴയും കാര്യങ്ങളും കാരണം കൊണ്ട് പിന്നെ ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇനി പ്ലാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ട്രിപ്പായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതായിരിക്കും കുറച്ചും കൂടെ രസം. കാര്യം എല്ലാവരും കൂടെ ആകുമ്പോൾ ഇതിനേക്കാളും വൈബായിരിക്കും. അപ്പോൾ കോട്ടയുടെ മുകളിൽ ഇപ്പോൾ മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കോട്ടയുടെ ഉള്ളിൽ കയറിയ സമയത്ത് മഴ നന്നായിട്ട് ചാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മീൻസ് ആ ഒരു കുടയൊന്നും എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കയറിയ സമയത്ത്. അപ്പോൾ ഞങ്ങളിതാ ഉള്ളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ നടന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. ദേ ഗൈസ്, ഞാൻ ഒരു വ്ളോഗ് എടുക്കാനുള്ള മൈൻഡിലൊക്കെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് ഫോർട്ടിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് അവിടെ ഒരു കുളം കണ്ടത്. അപ്പോൾ ഞാൻ കുളത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുളത്തിൽ വെള്ളം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. മറ്റേതോ ചോക്ലേറ്റ് പോലെ കലങ്ങിയിരിക്കുകയാണ് മറ്റേ ഫോർട്ടിലെ ഇത്. അത് കഴിഞ്ഞ് കുളം കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഞാൻ മറ്റേ കോട്ടയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല വൈബുണ്ട് കേട്ടോ. ഈ കൂടെയുള്ളത് ആരുഷിയാണ്.
എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. നമ്മളടുത്ത് എവിടേക്കാ പോണേ? അമ്മായിയുടെ മോളുടെ നമ്മള് അഡ്വഞ്ചർ പാർക്കിലേക്ക് കഥയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പം ട്രിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അവൾ ഭയങ്കര ഇതായിരുന്നു, മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ സ്പോട്ടൊക്കെ എത്തിയപ്പോഴാണ് ആൾ സെറ്റായത്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന എൻ്റെ വല്യമ്മയാണ് റെഡ് ഇട്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ ചേച്ചിയും ഫ്രണ്ടിൽ പോകുന്നത് ചേച്ചിയും ചേച്ചിയുടെ മോളൊക്കെയാണ്. ഇതാ അമ്മായി ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അനുവിനെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അറിയാമല്ലോ. പിന്നെ എൻ്റെ അനിയത്തി ഉണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മലമ്പുഴയിലോട്ടായിരുന്നു ഗൈസ്. മലമ്പുഴയിൽ ഞങ്ങൾ റോപ്പ് വേ കയറാനായിരുന്നു. മലമ്പുഴ ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും റോപ്പ് വേയിൽ ഇതുവരെ കയറിയിട്ടില്ല. കാര്യം കയറാൻ തോന്നിയിട്ടില്ല, പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരുന്നു. നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തു കയറെന്നെയെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി. നല്ല മഴയുണ്ടായിരുന്നു ഗൈസ് ഞങ്ങൾ കയറുന്ന സമയത്ത്. ഇപ്രാവശ്യം ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് റോപ്പ് വേയിൽ കയറിയത്. റോപ്പ് വേയിൽ കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് പേടിയായിരുന്നു ഗൈസ്. വീഡിയോ എടുക്കാൻ പേടി മീൻസ് ഫോൺ നിലത്ത് പോവോ എന്നൊക്കെ വിചാരിച്ചതാ. എൻ്റെ അനിയത്തി കുട്ടിപ്പാറു, അവൾ നന്നായിട്ട് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ മറ്റേ ഫ്രണ്ട്സിനൊക്കെ അയച്ചെടുക്കാൻ വേണ്ടി ഇതാ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെടുത്ത ഷോർട്സാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അവൾ കുറേ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പേടിയായിരുന്നു. ഞാനും അനുവും കൂടെ ആയിരുന്നു റോപ്പ് വേയിൽ കയറിയത്. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ വീഡിയോ എടുത്തില്ല, ഞങ്ങൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. കാര്യം അടിയിൽ നല്ല വെള്ളം, മഴ പെയ്തുകൊണ്ടിരിക്കണം, ഉണങ്ങാനും കയ്യിൽ നിന്ന് പോയാലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൾ നന്നായിട്ട് വീഡിയോ എടുത്ത കാരണം കൊണ്ട് നമുക്കിതിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റി. അവൾ റോപ്പ് വേയിലിരുന്ന് നന്നായി വീഡിയോ എടുക്കണ്ടായിരുന്നു. നമ്മൾ ഒരുവിധം എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അമ്മായിമാർ അങ്ങനെയൊക്കെ അവർ മാത്രമേ കയറാണ്ടിരുന്നുള്ളൂ. അവർക്കെന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചില്ല കയറാൻ. കാര്യം റിസ്ക് എടുക്കണ്ടല്ലോ, കുറച്ച് പാടല്ലേ. അതാ റോപ്പ് വേയുടെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഡാമിലെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മലമ്പുഴയിൽ പോകുമ്പോൾ റോപ്പ് വേയിൽ മസ്റ്റായിട്ട് കയറണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാര്യം റോപ്പ് വേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മലമ്പുഴ ഗാർഡനിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിഷ്വൽസും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഡാമിലിറങ്ങി നടക്കേണ്ട കാര്യം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കയറിയെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അത് തികച്ചും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗാർഡൻ്റെ ഉള്ളിൽ കയറി കാണാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാര്യം മുകളിൽ നിന്ന് തന്നെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടിയിൽ നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചും കൂടെയും അതിൻ്റെ ഒരു ബ്യൂട്ടി മുകളിൽ നിന്ന് കാണുന്നതാണെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്കും എന്താ പറയുക കളകളാരവും ആ മരങ്ങളിലും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഞങ്ങൾ ടീമിലുള്ള ആൾക്കാരെയൊക്കെ നോക്കുകയാണ് അപ്പുറത്തൂടെ പോണത്. അപ്പോൾ അത് ഒരു ലാസ്റ്റ് എൻഡിങ് പോയിന്റിൽ എത്തിയതാണ്. ഞാൻ ഈ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനെത്തിക്ക്. ഇടതേ വീണ്ടും ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ റോപ്പ് വേ ശരിക്കും അഫോർഡബിൾ ആണ് കേട്ടോ. 70 സംതിങ് റേറ്റിന് നമുക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോപ്പ് വേയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു അഫോർഡബിളായി തോന്നി. സാധാ നമ്മൾ ഒരു തൊട്ടിയൂഞ്ഞാലിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈഡിൽ കയറണം എന്നുണ്ടെങ്കിൽ തന്നെ 120 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ റോപ്പ് വേയിൽ ഒരു റോപ്പ് വേയിൽ തന്നെ 2 ആൾക്ക് ഇരിക്കാനും പറ്റും, പ്ലസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു നമുക്ക് ട്രാവൽ ചെയ്യാനും പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഫോർഡബിൾ ആണ്. പിന്നെ സേഫായിട്ട് തന്നെയാണ് തോന്നിയത്. നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കയറിയ സമയത്തിനേക്കാളും കൂടുതൽ ഇറങ്ങിയ സമയത്തായിരുന്നു കേട്ടോ കുറച്ച് പേടിയായത്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോഴേക്കൊക്കെ നല്ല മഴയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കോട്ടൊക്കെ ഇട്ടതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എല്ലാവർക്കും റോപ്പ് വേയിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൊണ്ടിതാ ഡാമിൻ്റെ മുകളിലൊക്കെ കയറി ഗാർഡനൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കാണുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരും അവിടെ വന്ന എല്ലാവരും കോട്ട് ഉണ്ടായിരുന്നു. പുറത്ത് തന്നെ കോട്ടും ക്യാപ്പൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ കോട്ട് ശരിക്കും നല്ല അഫോർഡബിൾ ആണ് ഗൈസ്. 100 റുപ്പീസാണ് കോട്ടിന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട പിടിച്ച് നടക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല ഈ കോട്ടിട്ട് നടന്നാൽ. പക്ഷേ ഞാൻ കോട്ടൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ കോട്ട് കൊണ്ടുവന്നവരെ ഓസിയാണ് നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇഷ ഫൗണ്ടേഷൻ ആദ്യം ഒരുക്കിക്കാം കേട്ടോ.
അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് വ്യൂ ഇതായിരുന്നു. ശരിക്കും ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പറമ്പായിരുന്നു ഗൈസ്. അവിടെ ഇതാ ആദിയോഗിയുടേത്. അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റായിരുന്നു ഗൈസ്. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്, അതായത് മഴയുടെ കാറ്റ് ഓക്കെ, അല്ലാണ്ട് അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയുക, വളരെ ഞങ്ങൾ പോയ സമയത്ത് മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാര്യം നല്ല കാറ്റ്, ശരിക്കും നമുക്ക് അവിടെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റും, ഫാമിലിയായിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ പോയത് നല്ല മഴയുള്ള ദിവസമായതുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ചൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം നടക്കുമ്പോഴൊക്കെ കൊടയൊക്കെ പറന്നു പോകുമായിരുന്നു. ഞാൻ കോട്ടൊക്കെ ഇട്ട കാരണം കൊണ്ട് അത്ര വലിയ സീൻ ഉണ്ടായിരുന്നില്ല. കൊടയൊക്കെ പിടിച്ച് നടന്നവരെ കൊട ഒരു വഴിക്ക്, അതുപോലെ തന്നെ ആളൊരു വഴിക്ക് എന്നുള്ള പോലെ പോവായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു സംഭവം. നമ്മൾ മഴയുള്ളപ്പോൾ പോയപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ, അല്ലാതെ പോകുമ്പോൾ ഒരു വേറെ. പക്ഷെ ഒരുപാട് പേരുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ അനിയത്തി അവിടെ നിന്ന് അവൾ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അവളെ കണ്ടാലറിയാലോ ഗൈസ്, വളരെ കുഞ്ഞാണ്. അവൾ കുടയെടുത്ത് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുടയും അവളും കൂടി ഇങ്ങനെ പറക്കുമായിരുന്നു. അത്ര നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് തന്നെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, നല്ല കാറ്റുണ്ടായിരുന്നു അവിടേക്ക് നടക്കുമ്പോൾ. മെയിനായിട്ടിപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല ഗൈസ്. നല്ല മഴ കാരണം കൊണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ എൻട്രി റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. കാര്യം മഴ കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ഫ്ലോപ്പായി സത്യം പറയും. ട്രിപ്പിൽ ഞങ്ങൾ വേറെ വെള്ളച്ചാട്ടമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയമ്മ അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ അവിടെ ശിവൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ ഫ്രണ്ട് വ്യൂ എടുത്തപ്പോഴാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഗൈസ്. അത്രയും ആൾക്കാർ, നല്ലോണം ആൾക്കാർ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. മഴ ഉണ്ടെന്നുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാത്രി ഞങ്ങൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കി ഇത്രയും മഴയിൽ കണ്ടോ, നല്ല രീതിക്ക് മഴയുണ്ട്. അത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല. പക്ഷേ അത്രയും മഴയിലും എന്താ പറയുക, ആ ഒരു ലൈറ്റ് ഷോ കാണാൻ ഇത്രയും ആൾക്കാർ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി ഏകദേശം ഒരു 2 മണിക്കൂറിന് മേലെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ലൈറ്റ് ഷോ കണ്ടേ പോകൂ എന്നുള്ളതിൽ. കാര്യം ഇനി ചിലപ്പോൾ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വരുമ്പോൾ മാക്സിമം അവിടെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ. പക്ഷേ എന്താ പറയുക, ആ ഡിസിഷൻ വളരെ തെറ്റായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാര്യം മര്യാദയ്ക്ക് നമുക്ക് കാണാൻ പറ്റി, മീൻസ് ലൈറ്റ് ഷോ കാണാൻ പറ്റി. എങ്കിൽ പോലും നല്ല മഴയായിരുന്നു ഗൈസ്. നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല മഴയായിരുന്നു. വേണ്ടോ, ഞങ്ങളൊക്കെ ലാസ്റ്റ് ശരിക്കും പെട്ടുപോയി. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളായിരുന്നു. കാര്യം പിന്നെ മഴ നല്ല ഹെവി ആയിട്ട് പെയ്യുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എവിടെയും സ്പോട്ടിൽ നിർത്തി കാണാൻ പറ്റുമായിരുന്നില്ല. കാര്യം നല്ല മഴയാണ്. പിന്നെ ടൈമും അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇഷയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 8 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലെത്താൻ ടൈം എടുക്കണോണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വേറെ എവിടെയും അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് നിന്നില്ല. റോപ്പ് വേയുടെ വേറെ കുറച്ച് വിഷ്വൽസ് ആയിരുന്നു. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇഷയിൽ പോകാത്തവർ തീർച്ചയായിട്ടും പോകണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമുക്ക് ഇഷ്ടപ്പെടുന്ന വളരെയധികം ഒരു വൈബുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം, വൈബ് എന്നതിലുപരി പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും അവിടെ